Hello friends, welcome back to Desi Travelmate. Friends, ഇന്ന് നമ്മൾ പോകുന്നത് വയലട എന്നുള്ളൊരു കൊച്ചു സുന്ദരിയെ കാണാനാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തൊരു ഹിൽ ഏരിയയാണ് വയലട. ഒരു നല്ല വ്യൂ ആണ് വയലട നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ് ആൾക്കാർ ഇവിടേക്ക് കൂടുതൽ സമയം വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുളിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. താമസിക്കാൻ ഒരുപാട് റിസോർട്ട്സും ഉണ്ട്. ഒരു ദിവസം മുഴുവനും ഫാമിലിയുമായി ചിലവഴിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അതിൽ പെടുന്നതാണ് കക്കയം ഡാം, തോണിക്കടവ് വ്യൂ പോയിൻറ്റ്, കരിയാത്തുംപാറ. നിങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു ഓപ്ഷനാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ഇതിൻ്റെ മുകളിലെത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ജീപ്പിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ വരെ ജീപ്പ് എത്തുന്നതാണ്. ബൈക്കും യഥേഷ്ടം കയറി വരാം. നമ്മളിപ്പോൾ പോകുന്നത് ജീപ്പിലാണ്. നമ്മൾ കയറുന്ന വഴിക്ക് നടുക്കൊരു കിടങ്ങുള്ളതുകൊണ്ട് ചെറിയ കാറുകൾക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് ബൈക്കിൽ കയറി വരാം. പിന്നെ കോൺക്രീറ്റ് റോഡാണ്, മുകളിലെത്തുന്നവരെ ഉണ്ട്. പിന്നെ കുറച്ച് മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടില്ല. എന്നാലും നമുക്ക് വണ്ടികൾ കയറി മുകളിലെത്താം. നമുക്ക് വ്യൂ പോയിന്റിലെത്താൻ രണ്ട് വഴികളാണുള്ളത്. ഒരു വഴി നമ്മളിപ്പോൾ വന്ന വഴി തന്നെ. ഈ വഴിയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ജീപ്പ് ഇല്ലെങ്കിൽ ബൈക്ക് ആണെങ്കിൽ മുകളിലെത്താൻ പറ്റും. കാറിൽ നമുക്ക് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റും, പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ വേറൊരു വഴിയുണ്ട്. അതാകുമ്പോൾ നമുക്ക് കാറ് താഴെ വെച്ചിട്ട് മേലോട്ട് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ വഴിയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ്. മഴക്കാലത്ത് മഴ ഒഴിഞ്ഞ സമയത്താണെങ്കിൽ നമുക്ക് നല്ല കോട വയലട നമുക്ക് സമ്മാനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് വയലട നല്ല വ്യൂ പോയിൻ്റ് ആസ്വദിക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ DTPCയുടെ റിസോർട്ടൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ എത്തിക്കുന്നു. നമ്മൾ ഉപയോഗിച്ചത് താറാണ്. താറൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. പക്ഷെ നമ്മൾ 4 വീൽ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് ജീപ്പ് ഇതിന് മേലെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വയലട എന്നുള്ള നമ്മുടെ വ്യൂ പോയിന്റ്. നമ്മൾ എത്താൻ ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് മുന്നേ എത്തിയവരെ നമുക്ക് ഇവിടെ കാണാം. കോടയൊന്നുമില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോടയൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ഒന്ന് വയലട ഒന്ന് ചുറ്റി കാണാം.
വീഡിയോയോട് വിട പറയുകയാണ്. ഇനി നമ്മളടുത്ത ലക്ഷ്യം തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ പോയി നമ്മളൊരു കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചിറങ്ങും. പിന്നെ ഇവിടെ താമസിക്കാൻ റിസോർട്ടുകളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്കൊരു ടെൻ്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ വന്ന വഴിയെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അത് നമ്മൾ കുറച്ച് നേരം ഡ്രോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങും. ഗൂഗിൾ മാപ്പ് നോക്കി നമുക്കിവിടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മൾ അടുത്തത് വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. വരുന്ന വഴിക്ക് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കുളിക്കാൻ പോകുന്ന വെള്ളച്ചാട്ടം. വെള്ളം കുറവാണ്. പിന്നെ ഇതിന് താഴേക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. ഇതാണ് താഴെയുള്ള വെള്ളച്ചാട്ടം. ഇവിടെ വന്നിട്ട് കുളിക്കാം. പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്നുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം വരാൻ പറ്റും. ഈ വെള്ളച്ചാട്ടത്തിലെല്ലാം നമ്മൾ വിളിക്കുന്നത് നമ്മുടെ നേരെ മേലെയുള്ള അവിടെ പൂള് പോലെയുള്ള സൗകര്യങ്ങൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പം വെള്ളം കുറവാണ്, മഴ പെയ്തു വരുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് കുളിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നടന്ന് മേലോട്ട് പോവുകയാണ്. ഇവിടെയും ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഓരോ കുളിയൊക്കെ പാസ്സാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് മേലോട്ട് പോവാണ്. ഇവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് കുളിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് പേര് മക്കളുമായിട്ട് ചേർന്നിട്ട് നീന്തം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്താതെ ഇനിയും മുകളിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. എല്ലാം മറന്നൊന്നും ഉല്ലസിക്കാൻ ഇവിടേക്ക് വന്നാൽ തീർച്ചയായും സാധിക്കും. എനിക്കങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും തീർച്ചയായും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരു ദിവസം ഇവിടെ വന്ന് പോവാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പാറയിൽ വഴുക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് സന്തോഷത്തോടെ ഇവിടെ വന്ന് പോവുക. അപ്പോൾ നമ്മൾ കുളിക്കാനുള്ള ഒരു പൂള് തേടിയാണ് വന്നത്. ആ പൂളാണ് ഇവിടെ ഇത് മേലെ ഉള്ളത്. അപ്പോൾ നമ്മൾ പൂള് കണ്ടെത്തി കഴിഞ്ഞ് നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. തെളിവുണ്ട്, അധികം കലക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് ചാടി കുളിക്കാം. നമ്മൾ വയലട ട്രക്കിങ് കഴിഞ്ഞിട്ട് ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ വന്നൊന്ന് കുളിച്ചൊന്ന് ഫ്രഷായിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഒരു നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ നമുക്കിനി ഒന്ന് കുളിച്ചാലോ. കൂടെ വന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് നിർമ്മലാണ്. നിർമ്മലിൻ്റെ കൂടെ വെള്ളത്തിലുള്ളത് അവൻ്റെ മകനാണ്, നെയ്തിക്ക് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ നെയ്തിക്ക് നിന്ന് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ കൂട്ടി പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ വെള്ളത്തിലേക്ക് ചാടിയത് അശ്വിനാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മടിച്ച് നിൽക്കുന്നത് നിഖിലാണ്. നിഖിലിനെ മുന്നേ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൂടെ അധികം ട്രിപ്പിലും ഉണ്ടാവാറുണ്ട്. നിഖിലിൻ്റെ ജീപ്പിലാണ് നമ്മളിന്ന് ഇവിടേക്ക് വന്നത്. അപ്പം ഇനി അവരൊക്കെ ഇറങ്ങി. ഇനി ഞാനും കൂടി ക്യാമറ താഴെ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പം ഞാനും കൂടി ചെല്ലാണ്. ഫ്രണ്ട്സ്, ഇപ്പം ക്ലൈമാറ്റ് കൂടെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നല്ലൊരു മഴ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മഴയത്തെ കുളിയും പൂളിലെ കുളിയും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 2 കുട്ടി ഫ്രണ്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അവർ. ഈ പൂളിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിലുള്ള പിള്ളേരാണ്. അപ്പോൾ അവരും കൂടെ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വെള്ളത്തിൽ നമ്മൾ ഉല്ലസിക്കുകയാണ്. പിള്ളേർ നല്ല കമ്പനിയാണ്. നമ്മളെ കൂടെ ചേർന്നിട്ട് അവരും കളിക്കുന്നുണ്ട്. അവർ മീനിനെ പിടിക്കുകയാണ്. ചെറിയ മീനുകളാണ്. അവർ വെറുതെ പിടിക്കുകയാണ്. നമുക്ക് കാണിച്ചു തരാം ഇതിൽ മീനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇതിൻ്റെ മീൻ പേരെന്താണെന്നറിയില്ല.
ടൈഗർ എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഇത് പാറമ്മൽ പറ്റി എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇതിന് വേറെ പേരൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അവരെ പേര് തന്നെ എടുക്കാം, പാറമ്മൽ പറ്റി. അപ്പോൾ നമ്മൾ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല, നമ്മൾ വേറൊരു സ്ഥലം കൂടെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തോണിക്കടവ് എന്നാണ് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് തോണിക്കടവ് വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പുഴ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാച്ച് ടവർ. ആ വാച്ച് ടവറിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചുറ്റുമുള്ള തോണിക്കടവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മളവിടേക്ക് കയറുന്നില്ല, നമ്മുടെ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെ നമ്മളൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. അപ്പം ബാക്കി നമ്മൾ ഡ്രോണിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതാണ് ആ വാച്ച് ടവർ. ഇവിടേക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ട്. അതേപോലെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും വൺ ഡേ ട്രിപ്പായിട്ടും സ്റ്റുഡൻസും വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വയലടയ്ക്ക് അടുത്തുള്ള മറ്റൊരു സ്ഥലം, തോണിക്കടവ് വ്യൂ പോയിൻ്റ് എന്നാണ് പേര്. ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെയും ഉണ്ടൊരു സ്ഥലം, പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ അവിടെ കവർ ചെയ്യുന്നില്ല. കരിയാത്തമ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടേക്കും പോവാം. പിന്നെ നമുക്ക് തൊട്ടടുത്ത് കക്കയം ഡാമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ശരിക്കും ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശരിക്കും 2 ദിവസം വേണ്ടി വരും, അല്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. തീർച്ചയായും എല്ലാവരും വരിക. തോണിക്കടവിനടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു ചെറിയ റിസോർട്ടാണ് ഇത്. നിർബലിൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ്. മഴ വന്നപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കയറി നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിസോർട്ട് എടുത്തതാണ്. തൊട്ടടുത്ത് തന്നെയാണ്, നല്ലൊരു റിസോർട്ട് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല, പക്ഷെ നമ്മൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഈ റിസോർട്ടിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആര് വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് അലോട്ട് ചെയ്തു തരുന്നതാണ്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. സീ യു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.